ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ നല്ലൊരു ഫ്രൈഡ് ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നത്. ഇത് നമ്മളെ വീട്ടിലുള്ള ചേരുവ വെച്ചതിനെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് ചിക്കനാണ്. പിന്നെ ഇതാ ഞാൻ ഉണ്ടാക്കി നോക്കിയാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ആട്ടോ ഇത്. നമ്മൾ പുറത്തുനിന്ന് KFC നിന്നും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനെക്കാളും കൂടുതൽ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കനും സോക്ക് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാൻ അവിടെ ബട്ടർ മിൽക്ക് ഉണ്ടാക്കുക. അതിനായിട്ട് പാല് ഒരു 1.25 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് വിനെഗർ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളെടുത്ത് വിനെഗർ സുറുക്ക ഇല്ലെങ്കിൽ ഇതേ അളവിൽ നാരങ്ങാനീര് ചേർത്താലും മതി. എന്നിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബട്ടർ മിൽക്ക് റെഡി ആവും കേട്ടോ. അപ്പോൾ അത് നിങ്ങളെടുത്ത് മോരൊക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ അതിന് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഞാൻ അവിടെ കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് ചേർക്കുന്നത് ചില്ലി പൗഡർ ആട്ടോ. ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്തത്. എനിക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ചില്ലി പൗഡർ ചേർക്കാം കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർ എരിവിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഞാനിവിടെ ഗാർലിക് പേസ്റ്റ് ആട്ടോ ചേർത്തത്. നമ്മൾ വെളുത്തുള്ളി മാത്രമേ ഉള്ളൂ, ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 2 പിഞ്ച് കേട്ടോ. അത്രയും കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഉപ്പ് ആവശ്യത്തിൽ ഇതിലുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ വിനെഗർ അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി വെക്കുക. പിന്നെ ഇതിലോട്ട് ഞാൻ തൊലിയുള്ള ചിക്കൻ ആട്ടോ എടുത്തത്. തൊലിയുള്ള ചിക്കൻ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പെർഫെക്റ്റ് പുറത്തു നിന്നൊക്കെ KFC നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലും ആ ഒരു പെർഫെക്റ്റിലൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ തൊലിയുള്ള ചിക്കൻ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് നോർമലായിട്ട് ചിക്കൻ എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ തൊലിയുള്ള ചിക്കൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു 1.25 കിലോ വരും കേട്ടോ. അത് നന്നായിട്ട് ഇതിലോട്ട് ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഇതിൽ നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നാലും മസാല നന്നായിട്ട് ഇതിലോട്ട് പിടിക്കുള്ളൂ. എന്നിട്ടൊരു 4-5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക, അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് വെക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഈവനിങ്ങിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ റെഡിയാക്കി വെക്കുക. പിന്നെ ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി കേട്ടോ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് മൈദയുടെ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ മൈദ ചേർക്കുന്നുണ്ട്. 1 കപ്പ് കേട്ടോ. 250 ml കപ്പിനാണ് ഞാൻ മെഷർ ചെയ്തത്. പിന്നെ അടുത്തായിട്ട് കോൺഫ്ലവർ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ഈ ഒരു ബാറ്ററിലോട്ട് ആവശ്യത്തിന് മാത്രമുള്ള ഉപ്പ് ചേർക്കുക കേട്ടോ. പിന്നെ 1 മുട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലോട്ട് നല്ല തണുത്ത വെള്ളം കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ ഓരോ മൈദയുടെ അളവിനനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരാം കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ഇവിടെ ഒരു 1.25 കപ്പാട്ടോ ആവശ്യം വന്നത്. അപ്പോൾ കുറച്ച് എടുത്തിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ ഈ ഒരു ബാറ്റർ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഫ്രിഡ്ജിൽ ഓൾറെഡി നമ്മൾ ചിക്കന് സോക്ക് ചെയ്ത് വെച്ചല്ലോ. അത് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പുറത്തെടുക്കുക. അത് പുറത്തെടുക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രം, നമ്മൾ ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് മാത്രം ഈ ഒരു ബാറ്റർ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മൾ ചിക്കന് നന്നായിട്ട് എണ്ണ പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ചിക്കന് പൊരിക്കണതിൻ്റെ കുറച്ച് മുമ്പ് മാത്രം ഇത് റെഡിയാക്കി വെക്കുക. അത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത് ഈ ഒരു മിക്സ് ആക്കി കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിലോട്ടൊരു ഡ്രൈ ആയിട്ടുള്ള മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് മൈദ 1 കപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ മുളക് പൊടി കേട്ടോ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത്, അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നോർമൽ വേണമെങ്കിൽ നോർമലും ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ കാശ്മീരി ചില്ലി വേണമെങ്കിൽ അതും ചേർക്കുക കേട്ടോ. എന്നിട്ട് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് ഒന്നും കൂടി നന്നാവും കേട്ടോ. അപ്പോൾ കൂടുതൽ പെട്ടെന്ന് മിക്സ് ആയി കിട്ടും. എന്നിട്ട് അതവിടെ മാറ്റി വെച്ച് അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഈ ഒരു ചിക്കന് നന്നായിട്ട് 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നന്നായിട്ട് മസാലയൊക്കെ ഈ ഉപ്പെല്ലാം ഇതിലോട്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു സമയം തന്നെ ഇത് പുറത്തെടുക്കുമ്പോൾ തന്നെ എണ്ണ ചൂടാക്കാൻ വേണ്ടി ഞാൻ സൺഫ്ലവർ ഓയിൽ കേട്ടോ ഈ ഒരു ചിക്കൻ മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ച വെറ്റായിട്ടുള്ള ബാറ്ററി ഇല്ലേ, അപ്പോൾ അത് ആ ഒരു ബാറ്ററി ഈ ഒരു തിക്നെസ്സിൽ വേണം കേട്ടോ. അത്യാവശ്യം ലൂസായിട്ട്, നമ്മുടെ പഴംപൊരിയുടെ മാവൊക്കെ ഇല്ല അതിനെക്കാട്ടിലും ലൂസായിട്ട് വേണം കേട്ടോ. എന്നാലും നമ്മളെ ചിക്കനെ ഒരു പെർഫെക്റ്റ് ആയിട്ട് അതിൽ പിടിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ ആദ്യം എടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ല, അതിന് എടുത്തിട്ട് നമുക്ക് ഈ ഒരു മൈദയുടെ വെറ്റായ ഒരു ബാറ്ററിലോട്ട് മുക്കുക. എന്നിട്ട് ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള മൈദയുടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കൈ കൊണ്ട് ഇടുമ്പോൾ നമ്മൾ ഇടുന്ന കൈ തന്നെ പിന്നെ അതിലോട്ട് ഇടണ്ട കേട്ടോ. കാരണം മൈദ ഇങ്ങനെ കട്ട പിടിച്ചു പോകും. മറ്റേ കൈ വെച്ചിട്ട് മെല്ലെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുക കേട്ടോ. എവിടെയൊക്കെ നനവായി തോന്നുന്നുണ്ടോ അവിടെയൊക്കെ മൈദേൻ്റെ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ റിങ്കിൾസ് വന്നിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് കാണാൻ പറ്റും ഇങ്ങനെ റിങ്കിൾസ് വന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഈ ഒരു ചിക്കന്. പിന്നെ ഈ ചിക്കൻ
ചിക്കൻ ഞാൻ ഇപ്പോൾ 2 പീസ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പൊരിക്കണതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി, കാരണം നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നനവ് പോലെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓരോ പീസ് ചിക്കനും ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ എണ്ണ ഈ ഒരു ചിക്കനിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണ്ട എണ്ണ ഒഴിച്ച് കൊടുക്കാൻ. ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചത്. പിന്നെ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. ഫ്ലെയിം പിന്നെ കൂടി പോകണ്ട, കൂടി പോയി കഴിഞ്ഞാൽ പുറം പെട്ടെന്ന് കരിയും ചെയ്യും, ഉള്ളിൽ വേവാണ്ടിരിക്കും കേട്ടോ. പിന്നെ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ റെഡിയാവും കേട്ടോ. അപ്പം തന്നെ എനിക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ കിട്ടിയിട്ട്. നമ്മൾ പുറത്തുനിന്നൊക്കെ KFC-ന്നും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണ ആ ഒരു എന്താ പോലെ ഉണ്ടിട്ട് കാണാനൊക്കെ കണ്ട നല്ല റിങ്കിൾസൊക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാലും ടേസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. ഭയങ്കര സിമ്പിളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ പറയുമ്പം കുറച്ച് കൂടുതലായിട്ട് തോന്നും, പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീട്ടിലെല്ലാം റെഡിയാക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേൾപ്പിച്ചു തരാം. അപ്പോൾ കേട്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ടേസ്റ്റും അതുപോലെ തന്നെ കേട്ടോ. നമ്മൾ KFC-ന്ന് കഴിക്കണം അതേ ഒരു ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്തുനിന്ന് കഴിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വീട്ടിലുണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഫീഡ്ബാക്കും കൂടെ കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.